ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആസ്പിറൻസ് അക്കാഡമി. ഇന്നലെ നടന്ന 10th പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജിൻ്റെ അനാലിസിസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത്? മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് ഇന്ത്യൻ പോലീസിൻ്റെ ആപ്തവാക്യം. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത പോലീസ് സേനയുടെ മേധാവിയാണ് DGP, അതും ശരിയാണ്. ഇപ്പോഴത്തെ നമ്മുടെ DGP ആണ് ആര്? ഷെയ്ഖ് ദർവേ സാഹിബാണ് ഇപ്പോഴത്തെ നമ്മുടെ DGP. ഇനി കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂറാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കേരള പോലീസിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. കേരള പോലീസ് അക്കാഡമിയാണ് രാമവർമ്മപുരം തൃശ്ശൂർ വരുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് 1, 2 മാത്രം ശരി. ഓപ്ഷൻ A ആണ് ആൻസറായിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ബക്രാനങ്കൽ സത്ലജ് ആണിത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബക്രാനങ്കൽ സത്ലജിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഹിരാക്കുഡ് മഹാനദിയാണ്. തെഹരി ഡാം കൃഷ്ണയല്ല. സർദാർ സരോവർ നർമ്മദ ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 1ഉം 2ഉം 4ഉം ശരിയെന്നാണ് വരുന്നത്. 1ഉം 2ഉം 4ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ C. വാഗ്ഭടാനന്ദൻ ഗുരുവിനെ പറ്റിയുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. അതും ശരിയായിട്ടുള്ളതാണ്. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. അത് ശരിയാണ്. പിന്നെ തത്വപ്രകാശിക എന്ന് പറഞ്ഞ സംസ്കൃത സ്കൂളാണ് കേട്ടോ. ഇനി 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇതാണ് അറിയാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഗൈഡിലോ ഗൂഗിളിൽ അടിച്ചു കൊടുക്കുമ്പോഴോ ഒന്നും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി വരുന്നതേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല 4th വൺ കറക്റ്റ് ആണോ എന്ന്. എന്തായാലും 1ഉം 2ഉം 3ഉം സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ടുള്ളതാണ്. 4മത്തെ അറിയില്ല. അപ്പം എന്തായാലും ഞാനിത് അറ്റംപ്റ്റ് ചെയ്യാത്തൊരു ക്വസ്റ്റ്യനാണ്. ഇതിൽ 4മത്തെ എനിക്ക് ഉറപ്പില്ല. ഇനി വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ജിയും ഭാഷാകവികളും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് വന്നിട്ട് നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവി തന്നെയാണ് കേട്ടോ. ജി ശങ്കരക്കുറുപ്പിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള കൃതിയാണ് ജിയും ഭാഷാകവികളും. ഇനി മാപ്പിള റിവ്യൂവിൻ്റെ പത്രാധിപനായിരുന്നു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മാപ്പിള റിവ്യൂ എന്നുള്ളത് നമ്മുടെ ഖാൻ ബഹദൂർ K മുഹമ്മദ് സാഹിബ് കൊണ്ടുവന്ന പത്രമാണ് കേട്ടോ. ഖാൻ ബഹദൂർ K മുഹമ്മദ് സാഹിബ്. അതിൻ്റെ പത്രാധിപനായിരുന്നു അല്ലേ? ഓക്കെ. മാപ്പിള റിവ്യൂ എന്നുള്ളത് 1941 മുതൽ 1946 വരെ ഖാൻ ബഹദൂർ K മുഹമ്മദ് സാഹിബ് കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്ത പത്രമാണ്. ഇതിൻ്റെ പത്രാധിപനായിരുന്നു നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. K അബൂബക്കറും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും ഇതിൻ്റെ പത്രാധിപരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു. അങ്ങനെയുള്ളൊരു സാധനം ഗൂഗിളിൽ തപ്പിയിട്ട് പോലും കാണുന്നില്ല. ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് എന്താണെന്നൊന്നും അറിയില്ല. നവയുഗ സംസ്കാര സമിതി അടിച്ചു കൊടുത്തിട്ട് ആരാന്ന് പോലും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ കൃത്യമായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് പ്രൊവിഷണൽ ഇതുവരെ വന്നിട്ടില്ല. അത് വരുമ്പോൾ നമുക്ക് കാണാം. ഇനി സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട്. അത് ശരിക്കും ഇല്ല. സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചത് അക്കോർഡിംഗ് ടു ഗൂഗിൾ ഇറ്റ് ഈസ് SV വേണുഗോപാൽ നായർ. ഇനി വക്കം അടിച്ചു നോക്കിയിട്ട് വക്കം അങ്ങനെ രചിച്ചിട്ടില്ല. അപ്പോൾ 4മത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റവനാണ് ചാൻസ്. അത് എഴുതിയത് SV വേണുഗോപാൽ നായരാണ്. സോ ഇതിൽ 4മത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 3മത്തേത് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് 4 തെറ്റാണ് കേട്ടോ. അപ്പോൾ 1, 2 എന്തായാലും ശരിയാണ്. 1, 2. അപ്പോൾ പിന്നെ 1, 2 മാത്രം ശരി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായിരിക്കാനാണ് ചാൻസ്. അതാണ് കൊടുക്കുന്നത് കേട്ടോ. 1, 2 മാത്രം ശരി. ഇതിൻ്റെ ആൻസർ അറിയില്ല, ചെക്ക് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? സവർണ ജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ശരിയാണ്. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂർ ഭരണാധികാരി. ശരിയാണ്. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യമല്ല. ക്ഷേത്രത്തിൻ്റെ നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത് ഏത്? തുഫത്തുൽ മുവാഹിദ്ദീന് നമ്മുടെ രാജാറാം മോഹൻ റോയുടെ ആണെന്നറിയാം. അപ്പോൾ ഇല്ലാത്തതല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ 2 ഇല്ലാത്തത് നോക്കിയാൽ മതി. അപ്പോൾ A, B, C എലിമിനേറ്റ് ആവും. D ആണ്. 4 മാത്രമാണ് ഇല്ലാത്തത് കേട്ടോ. രാജാറാം മോഹൻ റോയുടെ കൃതി അല്ലാത്തത് 4 മാത്രമാണ്. സതിഹിത ബോധന ആരുടെയാണെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, അറിയാവുന്നവർ. അടുത്ത താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. കേരള മീഡിയ അക്കാദമി തൃശ്ശൂർ. അത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ഏതാണ്? നമ്മുടെ തിരുവനന്തപുരമാണ്. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം ശരിയാണ്. ഫോക്ലോർ അക്കാദമി കണ്ണൂർ ശരിയാണ്. കേരള ലളിതകല അക്കാദമി കാക്കനാടല്ല, ചെമ്പുക്കാവ് തൃശ്ശൂറാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് 2, 3 മാത്രമാണ്.
ഇനി മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായതേത്? ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നീംതാലി, ശരിയാണ്. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. അതിലോട്ട് വരാം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച 1920, ശരിയാണ്. ഖിലാഫത്തുമായി ബന്ധപ്പെട്ടായിരുന്നു. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലിയാണ്. ഓക്കെ, ഇതിൽ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ബെൻ കിങ്സ്ലിയാണ് ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത്. അപ്പോൾ ഇതിൽ ഒരു ഡൗട്ട് വന്നത് 2 മാത്രമായിരുന്നു. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം, അത് ശരിയാണ്. അപ്പോൾ ഏതാണ് ഇതിൽ? എല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. എന്തായാലും 1ഉം 3ഉം ശരിയാണെന്നുള്ള ഓപ്ഷനകത്തില്ല. 1ഉം 3ഉം ശരിയാണെന്ന് അറിയാവുന്നവരാണെങ്കിൽ പിന്നെന്താ, ബാക്കിയെല്ലാം ശരിയാണെന്ന് കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ ആയിരുന്നു ആ ക്വസ്റ്റ്യൻ. ഇനി താഴെ പറയുന്നതിൽ തെറ്റായ ജോഡി ഏത്? ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനിലയാണ്. അപ്പോൾ അത് തെറ്റാണ്. നാറ്റോ ബ്രസൽസ് ആണ്, ശരിയാണ്. ഇനി ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, അതും ശരിയാണ്, നെതർലാൻഡിൽ. ഇൻ്റർപോൾ ലിയോൺ, അത് ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള ചോദിച്ചത് അത് 1 മാത്രമാണ്. അതും കിട്ടാൻ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നുള്ളത് ആരും? നമ്മുടെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള അബ്ദുൽ കലാം ആസാദ്, മൗലവി അബ്ദുൽ കലാം ആസാദ്, അല്ല മൗലാന അബ്ദുൽ കലാം ആസാദ്, അദ്ദേഹത്തിൻ്റെയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നുള്ളത്. ഇനി ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണെന്ന്? അതിൻ്റെ ആൻസർ വന്നിട്ട് നംജ പർവ്വതമാണ്. ഇനി കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? ഇത് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന, ഇത് PYQ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും കിട്ടുന്നതാണ്. അത് കരൈവ മണ്ണാണ്. ഈ കരീവ എന്നുള്ളത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കരൈവ മണ്ണാണ്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണെന്ന്? അത് റാറ്റ് ഹോൾ മൈനിങ് ആവാനാണ് ചാൻസ്. അതെ, 2014 ബാൻ ചെയ്ത കാര്യമാണ്. റാറ്റ് ഹോൾ മൈനിങ് ആണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ബാൻ ചെയ്തത്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ഡാഷ്. ഇതിന് ആൻസർ വന്നിട്ട് ടൈറ്റാനിയം ഓക്സൈഡ് ആണ്. അതായത് നമ്മൾ ടൂത്ത് പേസ്റ്റിന് വെള്ളം നിറം കൊടുക്കുന്നതും പിന്നെ വേറെ എന്തൊക്കെയോ അതിൻ്റെ യൂസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ടൈറ്റാനിയം ഓക്സൈഡ് ആണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം. ഇനി മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലും അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പൊളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകമാണ്. വളഞ്ഞു പൊളഞ്ഞെന്ന് കാണുമ്പോൾ മിയാൻഡർ തോന്നും, പക്ഷേ മിയാൻഡർ ഇതിലില്ല. പക്ഷേ എന്താണ് അവസാദങ്ങളുടെ ഭാരം കാരണം ഈ വളഞ്ഞു പൊളഞ്ഞത് എന്താവും, ഒരു സെപ്പറേറ്റ് പോണ്ട് പോലായിട്ട് മാറും, അവസാദങ്ങളെല്ലാം അടിഞ്ഞു കൂടിയിട്ട്. അപ്പോൾ അതിനെ ഓക്സ്ബോ തടാകം എന്നാണ് വിളിക്കുന്നത്. ഇനി നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് കസാൻ, റഷ്യ. അത് കഴിഞ്ഞ പ്രിലിംസിൽ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് അവർ സ്റ്റേറ്റ്മെൻറ്റ് ഇട്ട് തന്നു, നമുക്കത് ഡയറക്റ്റ് ചോദിച്ചു. ഇനി ഗുർറ്, ഗണ്ടസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഇത് നമ്മുടെ പഞ്ചസാര വ്യവസായമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഈ ഗുർ ഗണ്ടസാരി എന്നൊക്കെ പറഞ്ഞ ഒന്നുമല്ല, നമ്മുടെ ജാഗറി ഇല്ലേ, ആ ജാഗറിനെയും പിന്നെ അതേപോലെ ഇരിക്കുന്ന ടെക്സ്ചർ വ്യത്യാസമുള്ള ഒരു സാധനം, പൊടി, അതാണ് ഗണ്ടസാരി. അല്ല ഗണ്ടസാരി. അപ്പോൾ അത് ജാഗറീനാണ് ഗുറെന്ന് വിളിക്കുന്നത് കേട്ടോ, വേറെ ഒന്നുമല്ല. ഇനി ഉരുക്ക് നിർമ്മാണവുമായി ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഒഡീഷയാണ് ഇപ്പോൾ പറയുന്നത്. എന്നാലും ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡൗട്ടുണ്ട്. ഇനി അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? അതെന്താണ്? ആഗോള സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടതാണ് അജണ്ട 21. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധി ഉള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിനെന്താണ്? പ്രായപരിധി ഇല്ല കേട്ടോ. ഓരോ ഫാമിലിക്കും കൊടുക്കുന്ന ഹെൽത്ത് കവറേജ് ആണ് 5 ലക്ഷം രൂപ വരെയാണ് കൊടുക്കുന്നത്, പ്രായപരിധി ഇല്ല. പിന്നെ ഈ ഇടയ്ക്ക് വന്നൊരു ന്യൂസ്, അത് വെച്ചിട്ട് ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ആ ഒരു ന്യൂസിൻ്റെ ഒരു ഓർമ്മയിൽ എഴുതിയൊരു ആൻസറായിരുന്നു. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ എന്താ പറയുക ഇൻകം, അവർ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് ഇറസ്പെക്റ്റീവായിട്ട് എല്ലാ സീനിയർ സിറ്റിസൺസിനും 70 വയസ്സിന് മുകളിലുള്ള എല്ലാ സീനിയർ സിറ്റിസൺസിനും ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന കൊടുക്കുന്നുണ്ട്. അവർ മറ്റ് ഫാമിലി മെമ്പേഴ്സുമായിട്ട് അത് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതായിരുന്നു ഈയിടയ്ക്ക് വന്ന ന്യൂസ്. പക്ഷേ ഈ ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജനയുടെ ഒരു ഇത് പറഞ്ഞാൽ അതിന് പ്രായപരിധി ഇല്ല. ഫാമിലീസിന് കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് കവറാണ്, 5 ലക്ഷം രൂപ വരെയാണ് കൊടുക്കുന്നത്. അതിന് പ്രായപരിധി ഇല്ല എന്നുള്ളതാണ് ആൻസർ. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010 ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനമാണെങ്കിൽ കേരളമാണ്. ഇത് ശരിക്കും ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ലഞ്ച് ബെൽ എന്ന് പറഞ്ഞപ്പം ഞാൻ ഫസ്റ്റ് ബെല്ലാണ് ഉദ്ദേശിച്ചത്. ഫസ്റ്റ് ബെല്ലിൻ്റെ ഓർമ്മയിലാണ് ഞാൻ കേരള ഇട്ടത് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇത് ലഞ്ച് ബെല്ലാണ്. ഇതെന്താ നമ്മുടെ കുടുംബശ്രീൻ്റെ പദ്ധതിയാണ് ലഞ്ച് ബെല്ല്. അത് കേരളമാണ് കൊണ്ടുവന്നത്. ഓക്കെ, എന്തായാലും അത് ശരിയായി. ഇനി താഴെ പറയുന്നതിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത്? തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക ഉണ്ട്, ഫ്യൂഡൽ നികുതി നൽകുകയല്ല നൽകാതിരിക്കുകയാണ്, അതേപോലെ നികുതി നൽകാതിരിക്കുക, അതും ശരിയാണ്. ഇത് SCERT പോയിൻ്റാണ്. അപ്പം ഇതിൽ ഓപ്ഷൻ 2 തെറ്റാണ്, 1, 3 ശരിയാണ്.
ചോദിച്ചിരിക്കുന്നത് എന്താ ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ഓക്കെ, അതിൻ്റെ ആൻസർ ധൊളാവീരയാണ് കേട്ടോ, ധൊളാവീര. ഇനി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചത് ആനി ബസന്റ് അല്ല, നമ്മുടെ ജ്യോതിറാവ് ഫുലെയാണ് അത് രചിച്ചത്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു, അത് ശരിയാണ്. 1916 അത് തെറ്റാണ് കേട്ടോ. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു, അത് ശരിയാണ്. ഓപ്ഷൻ 2 ഒന്ന് നോക്കണം. ഓക്കെ, ഓപ്ഷൻ 2 ശരിയാണ് കേട്ടോ. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ആനി ബസന്റ് വിവർത്തനം ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് 1 മാത്രമാണ്, 1 only. ഇനി പാഞ്ചാലി ശബ്ദം എഴുതിയത് ആരാണ്? ഓക്കെ, പാഞ്ചാലി ശബ്ദം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. എനിക്കൊന്നത് PYQ വന്നു, ഇതേപോലെ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ്. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം, സൗജന്യ യാത്ര നൽകുന്ന തമിഴ്നാടൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിന് മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ തെലങ്കാനയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ കൊടുത്തിരിക്കുന്നു, ചേരുംപടി ചേർക്കുക. സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടത് എവിടെ തൊട്ട് എവിടം വരെ? 19 മുതൽ 22 വരെയാണ്. ഇനി സമത്വമായിട്ട് ബന്ധപ്പെട്ട 14 മുതൽ 18 വരെയാണ്. മതസ്വാതന്ത്ര്യം 23, 24ആണ്. ചൂഷണം 25, 28ആണ്. ചൂഷണമാണെങ്കിൽ 23, 24ആണ്. ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത് പിംഗലി വെങ്കയ്യാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമെന്ന്. ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആചരിക്കുക, അത് 51 A ആണല്ലോ, അപ്പോൾ അത് ശരിയാണ്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യ സമഗ്ര എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശരിയാണ്. ശാസ്ത്ര വികസനം, മാനവിക പുരോഗതി, മാനവികത, ഇതിൽ 3ഉം ഓപ്ഷനിൽ വരും, അതായത് ഇവയെല്ലാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതൊക്കെ ആരാണ്? രാഷ്ട്രപതിയാണ്. താഴെ പറയുന്ന വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ്, ശരിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്, ശരിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്, അതും ശരിയാണ്. ശരിക്കും കേന്ദ്ര സർക്കാരാണ് അത് തീരുമാനിക്കുന്നത്, പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് എന്താണ് 70 വയസ്സ് തന്നെയാണ് അവർ വിരമിക്കൽ പ്രായം. ഇപ്പം അതാണ് 3 വർഷം 70 വയസ്സാണ്, അപ്പോൾ ഇവയെല്ലാം ശരിയാണ്. ഇനി ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് ചോദിച്ചാൽ സുകുമാർ സെൻ ആണ്. അന്യായമായ തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ ഭാരതം എന്ന കൃതി ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ ആനന്ദമഠാണ്, ബങ്കിംചന്ദ്ര ചാറ്റർജിൻ്റെയാണ്. അത് താഴെ പറഞ്ഞതിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരല്ല? ഇതിലെല്ലാവരും വരുന്നുണ്ട്. നമ്മുടെ രാജ്കുമാരി അമൃത് കൗർ നമ്മുടെ ആദ്യത്തെ കേന്ദ്രത്തിൻ്റെ ഹെൽത്ത് മിനിസ്റ്ററൊക്കെ ആയിരുന്നു, ഹെൽത്ത് മിനിസ്റ്ററായ ആദ്യത്തെ വനിതയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ എല്ലാവരും എന്താണ് ഇതിൽ അംഗങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിൻ്റെ സംസ്ഥാന ചലച്ചിത്രം ബുദ്ധമയൂരിയാണ്. ഇനി കേരളത്തിലെ നദികൾ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അതാണ് കബനിയാണ്. ഇതൊക്കെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരവും ഇതൊക്കെ ബേസിക് ആണ്. PR ശ്രീജേഷ്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ വരയാടാണ്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായതെന്ന് ചോദിച്ചാൽ രാമനാട്ടമാണ്. കേരളത്തിൻ്റെ വടക്കേറ്റത്തുള്ള നദി ഏതെന്ന് ചോദിച്ചാൽ മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിൻ്റെ കർഷക ദിനമായിട്ട് ആചരിക്കുന്ന എന്നാണ് ചിങ്ങം 1 കർഷക ദിനം. എന്നാണ് ചിങ്ങം 1. കായംകുളം താപവൈദ്യുത നിലത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ചോദിച്ചാൽ നാഫ്തയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? ഓക്കെ, ഇതിൻ്റെ ആൻസർ വന്നിട്ട് നീണ്ടകരയാണ് കേട്ടോ. മിക്കുള്ളവരും വിഴിഞ്ഞൊക്കെ ഇടാൻ ചാൻസ് ഉണ്ട്, കാരണം ഞാൻ വിഴിഞ്ഞാണ് ഇട്ടത്. മത്സ്യബന്ധന തുറമുഖം എന്ന് പറയുമ്പോൾ നീണ്ടകരയാണ് വരുന്നത്. 1912 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനത്തിൽ താഴെ തന്നിരിക്കുന്ന ഏതെല്ലാമാണ്? ബ്രിട്ടീഷർ അമിത നികുതി ചുമത്തിയത് കലാപത്തിന് ഇടയാക്കി, ശരിയാണ്. രാജ്മഹൽ കുന്നുകളിൽ കലാപം നടന്നത് ഏതാണ്? സാന്താൾ കലാപമാണ്. അപ്പോൾ അതിലെ ഓപ്ഷൻ 2 തെറ്റാണ്, 1 ശരിയാണ്. കലാപത്തെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൻ കമ്മീഷൻ നിയമിച്ചു, അതും തെറ്റാണ്. മലബാർ കലാപമാണ് വില്യം ലോഗൻ കമ്മീഷൻ. ഇനി കലാപത്തിന് നേതൃത്വം നൽകിയതാണ് രാമനമ്പി. അപ്പോൾ അതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഇനി 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടനയാണ് നിഹോൺ ഹിഡാൻക്യോ ആണ്, ജപ്പാൻ സംഘടനയാണ്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയിയാണ് കാരിച്ചാൽ ചുണ്ടൻ.
ഇനി ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം തെറ്റാണ്, അത് നമ്മുടെ ചട്ടമ്പിയുടെയാണ്. ചട്ടമ്പി സ്വാമികൾ അഖില തിരൂട്ട് തെറ്റാണ്, അത് വൈകുണ്ഠസ്വാമിയുടെയാണ്. വൈകുണ്ഠസ്വാമി ദർശനമാല തെറ്റാണ്, അത് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മയാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. 2025 പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ടത് അക്കാമ ചെറിയാനാണ്. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ ചോദിച്ചാൽ കീഴരിയൂർ ബോംബ് കേസ് 1942. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് കൂട്ട്. ഇനി മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുധൻ എന്ന വിശേഷിപ്പിൽ സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. സസ്യങ്ങളിൽ ബീജസംയോജനത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ബീജസംയോഗത്തിന് ശേഷമാണ് എന്ത്? ഓവ്യൂള് വിത്താകുന്നത്. പരാഗണം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നടക്കുന്നതാണ്. അണ്ടമുണ്ടാകുന്നു, പുംബീജം രൂപം കൊള്ളുന്നു, ഇതൊക്കെ ആദ്യം നടക്കേണ്ടതാണ്. ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ശരിക്കും ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതിന് ശേഷമാണ് എന്ത്? ഓവ്യൂള് വിത്താവുന്നതൊക്കെ. ഇനി എക്സിറ്റോ കൺസർവേഷൻ ഉദാഹരണമാണ് ഇത്. ബൊട്ടാണിക്കൽ ഗാർഡൻ, സൂ ഒക്കെയാണ് എക്സിറ്റോ. ഇനി ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ചോദിച്ചാൽ അത് ഗോൾജി കോംപ്ലക്സ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗ്ലോബുലിൻ, ആൽബുമിൻ, പിന്നെ നമ്മുടെ ഫൈബ്രിനോജൻ, ഈ മൂന്നെണ്ണമാണ് രക്തത്തിൽ കാണുന്ന പ്രോട്ടീനുകൾ. ഇനി താഴെ തന്നിരിക്കുന്ന മാംസത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്ത ചോദിച്ചാൽ ലിപ്പേസ് ആണത്. ഫാറ്റിനാണ് ദഹിപ്പിക്കുന്നത് ലിപ്പേസ്, ബാക്കിയെല്ലാം പ്രോട്ടീനെ ദഹിപ്പിക്കുന്നതാണ്. തന്നിരിക്കുന്നതിൽ നിന്ന് തെറ്റായ പ്രസ്ഥാനം കണ്ടെത്തുക. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു, അത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ഇനി വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. വേനൽക്കാലത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ കുറേ വെള്ളം മൂത്രമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പം അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വാസോപ്രസിൻ്റെ അളവ് കൂടിയാലേ പറ്റുള്ളൂ. കൂടിയാലല്ല നമ്മുടെ പുനരാകിരണം നടക്കുകയുള്ളൂ. അപ്പം വേനൽക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ വാസോപ്രസിൻ്റെ അളവ് കൂടുതലായിരിക്കും എന്നാണ്. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണ്. മഴക്കാലത്ത് തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. കാരണം വെള്ളം നഷ്ടപ്പെടുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പുനരാകിരണം ചെയ്യാനുള്ള വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. ഇനി വാസോപ്രസിൻ്റെ ഉൽപ്പാദനം, അപ്പോൾ ഇത് ശരിയാണ്. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയുന്നു, അതും ശരിയാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ വരുന്നത് തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ഇനി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവന ശരിയും തെറ്റും കണ്ടെത്തുക. എയ്ഡ്സ്, നിപ്പ എന്നുള്ളത് വൈറസ് രോഗമാണ്, അത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ ശരിയാണ്. ഡിഫ്തീരിയ, മലമ്പനി വൈറസ് അല്ല, തെറ്റാണ്. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ ബാക്ടീരിയ തെറ്റാണ്. അപ്പോൾ ഇതിൽ 1, 2 ശരി, 3, 4 തെറ്റ്. ഓപ്ഷൻ എ ആണ്. ഇനി ക്യൂണി കൾച്ചർ താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് മുയൽ വളർത്തലാണ്. കൈക്കുഴ, കാൽക്കുഴ എന്നിവയിൽ കാണപ്പെടുന്നത് വിജാഗിരി സന്ധിയാണ്. കൈമുട്ട്, കാൽമുട്ട്, അതിലാണ് തെന്നി നീങ്ങുന്ന സന്ധിയൊക്കെ കാണപ്പെടുന്നത്. ഇനി സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 2 നെഫ്രോണുകൾക്കിടയിൽ കാണപ്പെടുന്നു, തെറ്റാണ്. നെഫ്രോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ വൃക്കയുമായിട്ട് ബന്ധപ്പെട്ട വൃക്കയുടെ അടിസ്ഥാന യൂണിറ്റാണ്, അപ്പോൾ തെറ്റാണ്. പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണപ്പെടുന്നു, അത് ശരിയാണ്. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു, ശരിയാണ്. 2 പേശീകോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്നുള്ളത് തെറ്റാണ്. കാരണം ഒരു പേശീകോശത്തിന് ഒരു ന്യൂറോണിനും ഇടയിൽ കാണപ്പെടുന്നു, 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു, അങ്ങനെയാണ് നമ്മൾ പഠിക്കാറുള്ളത്. അപ്പോൾ ഇതിൽ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ, 2ഉം 3ഉം. ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ചോദിച്ചാൽ അത് ഫ്ലൂറിനാണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീലാണ് എൽനിക്കോ. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്ത ചോദിച്ചാൽ ബേക്കലൈറ്റ് ആണ്. ബേക്കലൈറ്റ് ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്, ബാക്കിയെല്ലാം തെർമോപ്ലാസ്റ്റിക് ആണ്. ഇനി പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. LPGയിലെ പ്രധാന ഘടകം ചോദിച്ചാൽ ബ്യൂട്ടൈൻ ആണ്. ഇതൊക്കെ കുറേ വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്കിനാണ് നമ്മൾ ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജത്തിനാണ് ഗതികോർജ്ജം എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ചോദിച്ചാൽ ആറ്റോമിക് റിയാക്ടറുകളാണ്. കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം അൾട്രാസോണിക് ആണ്. അടുത്തതാണ് മാത്സ് ഒക്കെ ഭയങ്കര സിമ്പിളായിരുന്നു കേട്ടോ. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് അവർ പറഞ്ഞിരിക്കുന്നത്, എത്രയാണ്? 300. അപ്പോൾ അതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 300/5 എടുത്താൽ മതി, 60. പിന്നെ തന്നിരിക്കുന്നത് അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതെന്ന്. തുടർച്ചയായിട്ട് ഇപ്പം 5 എണ്ണമാണ് തന്നിരിക്കുന്നത്, തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യയാണ്. അപ്പോൾ അതിൻ്റെ 60 ആവറേജ് എങ്കിൽ നടുക്കത്തെ സംഖ്യ ആയിരിക്കുമല്ലോ ആവറേജ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 62 ആയിരിക്കും. താഴെ തന്നിരിക്കുന്നത് ഭിന്നസംഖ്യ ജോഡികളിൽ തുക 1 വരാത്ത ഏതെന്ന്. ഭയങ്കര സിമ്പിളായിരുന്നു അല്ലേ. തുക 1 വരാത്ത ഏതാണ്? ഓപ്ഷൻ സി ആണ്. 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കാണ്. ടോട്ടൽ വെള്ളം 36ആണ്. അപ്പോൾ 1 = 36. ഇതിൽ 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 3/4 നിറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3/4 എത്ര എന്ന് കാണണം. ഒരു ഭാഗം അല്ലെങ്കിൽ ഫുൾ 36 ആണെങ്കിൽ 3/4 എന്ന് പറയുന്നത് × 3/4 ചെയ്താൽ മതി. അപ്പോൾ എത്ര വരും? 27 ആണ്.
ഇനി 20 പ്ലസ് എത്രയോ ആദ്യം ഉണ്ടായിരുന്നു, അതാണ് 27. അപ്പോൾ W ആദ്യം ഉണ്ടായിരുന്ന അളവ് ഇസ് ഈക്വൽ ടു 27 മൈനസ് 20, 7 ലിറ്റർ എന്ന് ആൻസർ കിട്ടും. അടുത്ത താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗ്ഗം ഏതാണെന്ന് ചോദിച്ചാൽ 5/4 1 കിലോഗ്രാം ആപ്പിളിന് 180ഉം 1 കിലോഗ്രാം ഓറഞ്ചിന് 60 രൂപയാണ്. അങ്ങനെ 3 കിലോഗ്രാം ഇൻറ്റു 3 4 കിലോഗ്രാം ഇൻറ്റു 4 അപ്പോൾ എത്ര വരും? ഇൻറ്റു 3 540, ഇത് ഇൻറ്റു 4 ചെയ്യുമ്പോൾ 240, അപ്പോൾ എത്ര കിട്ടും? 780 ആൻസർ കിട്ടും. അപ്പം അങ്ങനെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. ഇനി 20 മീറ്റർ പെർ സെക്കൻഡ് ശരാശരി വേഗത്തിൽ പോകുന്ന ഒരു കാറ് 30 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കണം? 30 കിലോമീറ്റർ ബൈ 20 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് കിലോമീറ്റർ പെർ അവർ ആക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കിലോമീറ്റർ പെർ ആക്കുമ്പോൾ 18/5 വരും, ഇത് 4 വരും, ഇത് 9 വരും, ഇത് 2 വരും. അപ്പോൾ 1/2 അവർ എന്ന് കിട്ടും. അപ്പോൾ എത്ര മിനിറ്റ് ആണത്? 30 മിനിറ്റ് ആണ്. ഇനി 1.25 എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നകസംഖ്യ 1.25ന് 125/100 എന്ന് കൊടുക്കാം അല്ലേ. 25 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 5/4 കിട്ടും. അപ്പോൾ 5/4 ആണ്. ഇനി ഒരാൾ ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായെന്ന് പറയുമ്പോൾ 90% 2070. 105, അതായത് 5% ലാഭം കിട്ടുമെന്ന് പറയുമ്പോൾ ഇൻറ്റു 105 ചെയ്താൽ മതി. അപ്പോൾ ഇതിന് ആൻസർ 2, 18, 27, 3. അപ്പോൾ ഇൻറ്റു 27 ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി എന്ന് വരും. ഇനി 196 ചതുരശ്ര മീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് A² ആണ്. ഏരിയ A² ആണ് 196. ഇത് എന്തിൻ്റെ സ്ക്വയറാണ്? 14ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഒരു സൈഡ് 14 എന്ന് കിട്ടും. ഇനി 5, 7, 14 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ, ഇതിൻ്റെ എന്ത് കണ്ടാൽ മതി? LCM കണ്ടാൽ മതി. LCM കാണുമ്പോൾ നമുക്ക് 70 കിട്ടും. അപ്പോൾ 70 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഓപ്ഷനിൽ 70 തന്നെയാണ്. ഇനി 5 വർഷം മുമ്പ് സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിന് 3 മടങ്ങായിരുന്നു. അത് നമുക്ക് ചെയ്ത് നോക്കുമ്പം ഷീലയുടെ വയസ്സ് 11 കിട്ടും. ചെയ്ത് നോക്കിയാൽ മതി. ഇനി ലവിനെ ഇങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാമെങ്കിൽ ഹേറ്റിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഇതാണ് കേട്ടോ. അതായത് ഓരോ സംഖ്യ ഇടവിട്ട് നോക്കിയാൽ മതി. LM കഴിഞ്ഞ് N, OP കഴിഞ്ഞ് Q, അങ്ങനെ ഓരോ സംഖ്യ ഇടവിട്ട് നോക്കുമ്പോൾ J, C, V, G എന്ന് കിട്ടും. അടുത്ത 1 - 1/2 ഇൻറ്റു 1/2 പ്ലസ് 1/2. അത് നമുക്ക് ചെയ്യുമ്പോൾ ആദ്യം എന്താ ബോട്ട് മാസ്റ്റർ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യമേ ഇൻറ്റു ചെയ്യണം, പിന്നെ സാധാരണ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ 1 × 1/4 എന്ന് കിട്ടും. ഇനി തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്ത സംഖ്യ കാണാൻ പറയുമ്പോൾ ABCDE ആണ്. പിന്നെ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് നോക്കിയാൽ മതി, അതായത് VWXYZ എന്ന രീതിയിൽ. അപ്പോൾ EV ആണ്. ഇനി തന്നിരിക്കുന്ന പദങ്ങളിൽ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കാൻ പറയുമ്പോൾ ആദ്യം വരുന്നതാണ് ഏത്? ആദ്യം വരുന്നത് നിഗമനം എന്ന് പറഞ്ഞാൽ കൺക്ലൂഷനാണ്. അതപ്പോൾ ലാസ്റ്റിലേ ഉള്ളൂ. പക്ഷേ എല്ലാത്തിലും 4 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം വർഗീകരണമാണ് വരുന്നത് അല്ലേ. വർഗീകരണം അല്ല, നിരീക്ഷണം. നിരീക്ഷിക്കുക, പിന്നെ അതിനെ വർഗീകരിക്കുക, പിന്നെ താരതമ്യം ചെയ്യുക, പിന്നെ അപഗ്രഥനം, പിന്നെ നിഗമനം. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. തന്നിരിക്കുന്ന സംഖ്യകൾ ഒറ്റനെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ 63 ആണ്. അതാണ് കോമ്പോസിറ്റ് നമ്പർ, ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സാണ്. ഒരു വരിയിൽ 50 കുട്ടികൾ നിൽക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ ഈ മുകളിൽ നിന്ന് ഇയാൾ 16ഉം മറ്റേത് താഴേന്ന് 38 എന്നാണ് പറയുന്നത്. ഇങ്ങനെ വരുള്ളൂ ഓവർലാപ്പ്, അതായത് 16ന് മുകളിലേ വരുള്ളൂ. കാരണം ഇത് രണ്ടുകൂടെ പ്ലസ് ചെയ്യുമ്പോൾ 50ന് മുകളിൽ കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 38 ഇവിടെ എഴുതാൻ പറ്റില്ല. എഴുതിക്കഴിഞ്ഞാൽ 50ന് മുകളിൽ ആൾക്കാരായി ഇപ്പോൾ. അപ്പോൾ 38 എന്ന് പറയുന്നത് 16ന് മുകളിൽ വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പം എത്ര 2 പേരാണ് ഇവരുടെ നടുക്ക് വരുന്നത് കേട്ടോ. ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. ഇനി ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ സഞ്ചരിച്ച് ഇങ്ങോട്ട് തെക്കോട്ട് 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്നും അയാളുടെ സ്ഥാനം എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 12 + 4 16, എവിടെ? തെക്ക്. ഇനി ഒരു ക്ലാസ്സിൽ 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എനേക്കാളും ഡിനേക്കാളും കുറവാണ്. ബിയുടെ ഭാരം എന്ന് പറയുന്നത് എനേക്കാളും ഡിനേക്കാളും കുറവാണ്. ഇയുടെ ഭാരം സിനേക്കാൾ കൂടുതലാണ്. ഇയുടെ ഭാരം സിനേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണ്. ഇനി ഏറ്റവും കൂടുതൽ ഭാരം ഡിക്കാണെങ്കിൽ, അപ്പോൾ 5 പേരാണല്ലേ, 3, 4, 5. ഏറ്റവും കൂടുതൽ ഡിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എയ്ക്ക് നമുക്കിവിടെ കൊടുക്കാം, ബി ഇവിടെയും കൊടുക്കാം. ബിക്ക് എയിനെയും കാട്ടിലും ഭാരമുണ്ട്, ഇക്ക് സീനെയും കാട്ടിലും ഭാരമുണ്ട്. അപ്പോൾ ഏറ്റവും ഭാരം കുറവ് ആർക്കാണ്? സിക്കാണ്. ഇനി ABCR ഇതിങ്ങനെ കൊടുത്താൽ മതി. 1, 2, 3, ഇത് 2, 3, 4, ഇത് 3, 4, 5. എന്നിട്ട് പ്ലസ് ചെയ്താൽ മതി. പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് ആൻസർ കിട്ടും. അപ്പോൾ ഇത് പ്ലസ് ചെയ്യുമ്പോൾ 7 + 5 12 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയാണ് ആൻസർ കേട്ടോ. ഇത് മാത്സ് ഭയങ്കര സിമ്പിളായിരുന്നു. അപ്പോൾ എൻ്റെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 96 ആയിരുന്നു. അതിൽ 5 തെറ്റി. അപ്പോൾ ഒരു 89.33 ആണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക്.
അപ്പോൾ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, എങ്ങനെയുണ്ട് മാർക്ക് എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ.